ഹാപ്പി വെഡ്ഡിങ്സ്. എന്താണ് പ്രേമം പ്രേമം ഈ ലവ് ഒക്കെ സെറ്റാക്കാൻ എനിക്ക് കണ്ണടിച്ചു തുറക്കാനുള്ള സമയം മതിട്ടാ. നവാഗതനായ ഒമർ സംവിധാനം ചെയ്ത ഹാപ്പി വെഡ്ഡിങ്സ് തിയേറ്ററുകളിൽ എത്തിയത് പ്രേമം ബോയ്സ് ആർ ബാക്ക് എന്ന ടാഗ് ലൈനിലൂടെയാണ്. പ്രേമത്തിലെ ചെറു കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളാകുന്നു. ചെറിയ കഥയിൽ മുഴുനീള ഹാസ്യമാണ് സംവിധായകൻ ഒരുക്കിയിരിക്കുന്നത്. ഒരു ചെറിയ സിനിമ എന്ന നിലയിൽ ലോജിക്കും യുക്തിയുമൊക്കെ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് പഠിക്കൽ ഉപേക്ഷിച്ച് കയറിയാൽ ഏറെ നേരം ചിരിക്കാനുള്ള വകുപ്പുണ്ട് ഈ സിനിമയിൽ. ഹാസ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഇതോടൊപ്പം പറയേണ്ട മറ്റൊന്ന് ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ അതിപ്രസരമാണ്. ഡബിൾ മീനിങ് ഡയലോഗുകൾ യുവതി യുവാക്കളെ ചിരിപ്പിക്കുമ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് അലോസരമുണ്ടാക്കും. സ്വാഭാവികമായ നർമ്മങ്ങൾ ചിരി പടർത്തുന്നില്ല എന്ന സംവിധായകന്റെ തെറ്റിദ്ധാരണയാണെന്ന് തോന്നുന്നു ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അമിതമായി കടന്നുവരുന്നത്. രണ്ട് പകുതിയിലായി ഹരി എന്ന നായക കഥാപാത്രത്തിന്റെ രണ്ട് പ്രണയങ്ങളാണ് സിനിമ പറയുന്നത്. ഒടുവിലെ രണ്ട് ട്വിസ്റ്റുകളും ചിരിപ്പിക്കുകയും അതേസമയം വിവാഹവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില വിവാഹ ബ്യൂറോ തട്ടിപ്പുകൾ വെട്ടിത്തുറന്ന് പറയുകയും ചെയ്യുന്നു. കണ്ടൊരു നേരം ഉള്ളിനുള്ളിലൊരു മിന്നലടിച്ചു, കണ്ണിൽ മെല്ലെ നോക്കിയ നേരം അരികത്തെത്താൻ നെഞ്ചു തുടിച്ചു. പെണ്ണിനെ ഞാനൊന്ന് കണ്ടൊരു നേരം ഉള്ളിനുള്ളിലൊരു മിന്നലടിച്ചു, കണ്ണിൽ മെല്ലെ നോക്കിയ. നേരത്തെ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. പ്രേമത്തിലെ ജോജോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിജു വിൽസനാണ് ഹാപ്പി വെഡ്ഡിങ്സിൽ ഹരിയെ അവതരിപ്പിക്കുന്നത്. ഹരിയുടെ ബന്ധുവായി ഗിരിരാജൻ കോഴിയായി നമ്മെ ചിരിപ്പിച്ച ഷറഫുദ്ദീനും എത്തുന്നു. സൗബിൻ താഹിർ ഈ സിനിമയിൽ നിർണായകമായൊരു വേഷത്തിൽ അഭിനയിക്കുന്നുമുണ്ട്. അനു സിത്താരയും ദൃശ്യയുമാണ് പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. തങ്ങളെ ഏൽപ്പിച്ച ചെറിയ ദൗത്യം ഭംഗിയായി അവതരിപ്പിക്കാൻ ഈ അഭിനേതാക്കൾക്കെല്ലാം സാധിച്ചിട്ടുമുണ്ട്. സൈജു കുറുപ്പ്, തെസ്നി ഖാൻ, നിയാസ് ബക്കർ, മറീന മൈക്കിൾ എന്നിവർ ചെറു കഥാപാത്രങ്ങളായി വന്നുപോകുന്നു. ഇവരെ ഒഴിച്ച് ബാക്കി എല്ലാ ചെറു കഥാപാത്രങ്ങളും പുതുമുഖങ്ങളാണ്. സങ്കീർണമല്ലാത്ത സ്വാഭാവികമായി കഥ പറച്ചിൽ രീതി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ സിനിമയും ഇഷ്ടമാകും. നേരത്തെ പറഞ്ഞ പോലെ യുക്തിയും ലോജിക്കും പഠിക്കൽ വെച്ച് തിയേറ്ററിലേക്ക് കയറാൻ സാധിക്കുന്നവർക്ക് വെറുതെ ചിരിക്കാനായി ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കി തരണം. അതല്ലേ ഞാൻ പറഞ്ഞത്, ഹാപ്പി ആയിരിക്കണം.